ഹായ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു ഓണപ്പണിയുടെ വിശേഷങ്ങളോടാണ് ഞാൻ വന്നത്. അപ്പം കമ്പും കോലും കുഴലും ഒക്കെ എടുത്ത് മേളിൽ കയറി വന്നപ്പോഴാണ് ഇതിനിവിടെ കിടക്കുന്ന അരി ഓർത്തത്. അപ്പം ഇത് വെയിലത്ത് ഇട്ടാണ്, പക്ഷേ ഇപ്പോൾ തണലത്താണ് കിടക്കുന്നത്. കാറ്റാണെങ്കിൽ ഒരു രക്ഷയില്ല. എന്നെയും ഡാർപ്പയും കൂടെ പറത്തിക്കൊണ്ട് വന്നു പറഞ്ഞ് കാറ്റിനോട് കുസ്തിയിട്ടാണ് ഞാനിതൊക്കെ പാറ്റുന്നത് കേട്ടോ. ഈ പാറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സംഭവം ഒന്നും അറിയത്തില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്, ഞാനും ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കും, ഇങ്ങനെ തല്ലിക്കൊഴുക്കും. പക്ഷേ കാറ്റുള്ളത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇട്ടാക്കുമ്പോൾ അതിൻ്റെ പൊടിയൊക്കെ പറന്ന് പോകുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ എൻ്റെ മുക്കിലും വയലൊക്കെ കയറുന്നുണ്ടെങ്കിലും കുറച്ചത് വൃത്തിയായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇത് കൂടുതൽ അഴുക്കില്ലാത്ത ഗോതമ്പ് നോക്കിയാണ് ഞാൻ വാങ്ങിക്കുന്നത്. എനിക്കിതിനകത്ത് വലിയ എക്സ്പീരിയൻസ് ഇല്ല ഇതിങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ പെറുക്കിയെടുക്കണം ഓരോന്നിരുന്നിട്ട്. അങ്ങനെ ഗോതമ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഒരു റൂമിലോട്ട് പോകാം. മേളത്തെ റൂം ഇത് ആരും യൂസ് ചെയ്യാത്ത റൂമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട, പുതിയ വീടാണെന്ന് വിചാരിച്ച് അയ്യോ പുതിയ വീടാണെങ്കിൽ ഇവിടെ എന്ത് കാണിച്ചിട്ടേക്കുന്നത്. പക്ഷെ നമുക്ക് തുണി വിരിച്ച് ഉണങ്ങാനൊന്നും ഇടാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മഴ സമയത്ത് നമ്മൾ ഇതിനകത്താണ് തുണിയൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഇതിനകത്ത് തന്നെയാണ് ഇടുന്നത്. വേറെ കാര്യം, മേളിൽ നിന്ന് പിറക്കിയിട്ട് ഇതിനകത്തോട്ട് ഇടാൻ എളുപ്പമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ കട്ടിലാണ് ഇതെല്ലാം ചുമ്മിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഴ സമയത്ത് ഞാൻ കെട്ടിയിട്ടുള്ളതായിരുന്നു, അതെല്ലാം നമുക്ക് അഴിച്ചു കളയാം. ഇപ്പോൾ ആവശ്യമില്ലല്ലോ ഇനിയിപ്പോൾ ഇത് എന്ന് വിചാരിക്കും. മഴ വരുമായിരിക്കും, എന്നാലും പോട്ടെ. അപ്പോൾ ഈ റൂം വൃത്തിയാക്കി ഇടുന്നത് വെച്ചാൽ ഓണത്തിന് നമുക്ക് ആരെങ്കിലും ഒന്നും ഗസ്റ്റൊക്കെ വന്നാൽ ഇതൊരു ഗസ്റ്റ് റൂമായിട്ടാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കിടക്കാൻ പറയുമ്പോൾ നമുക്ക് അന്നേരം ഇത് വൃത്തിയാക്കാൻ പോകാനൊന്നും പറ്റത്തില്ല. അതുവല്ല ഇത് ഫുള്ളിങ്ങനെ പൊടിയാണ് കേട്ടോ. നമ്മളത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് നല്ല പൊടിയുണ്ട്. കാരണം ഇതിനകത്തോട്ട് ആരും അങ്ങനെ കയറി ഇരിക്കുകയോ ഫാനിടുകയോ ഒന്നും ചെയ്യാറില്ല. ചുമ്മാ തുണി എടുക്കുന്ന പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ചേട്ടൻ്റെ കുറച്ച് അലക്കുലത്തെ സാധനങ്ങൾ ഇതിനകത്തിലുണ്ട്, ഏണി അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്തിൽ. എല്ലാം ഞാൻ വാരി പെറുക്കി കളഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കബോർഡ് ഒക്കെ പണിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനകത്തിലുള്ള കുറേ തുണികൾ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒന്നുമില്ല. ഇത് ഈ കട്ടിൽ കാണാൻ പോലും വയ്യാത്ത വിധത്തിലായിരുന്നു ഇതിനകത്ത് തുണികൾ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട് കാണാനായാലും വരുമ്പോൾ മേലോട്ട് കയറണ്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു കളയുന്നത്. കാരണം തറയെ വരെ തുണിയില്ല. മഴ സമയത്ത് തറയെ വരെ ഞാൻ തുണി വിരിച്ചിടുമായിരുന്നു കേട്ടോ. ആദ്യം നമുക്ക് ചിലന്തി വല അടിച്ച് തുടങ്ങാം. നന്നായിട്ട് ചിലന്തി വലയുണ്ട്. മുകളിൽ കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തെല്ലാം ചിലന്തി വലയാണ് കേട്ടോ. അതെല്ലാം ഞാൻ താഴെ നിന്നും പിന്നെ കട്ടിലിൻ്റെ മുകളിൽ കയറിയും ഒക്കെ ഞാൻ അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. എനിക്കിങ്ങനെ മൂക്ക് ഇങ്ങനെ മറച്ച് വെച്ചുകൊണ്ട് പൊടി അടിക്കാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് എനിക്ക് ശ്വാസം മുട്ടും. പക്ഷേ എന്നാൽ ഞാൻ തുമ്മുകയും ചെയ്യും, മൂക്ക് മറച്ചില്ല. എന്തായാലും പൊടി കയറട്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ നിറയെ പൊടിയെല്ലാം അടിക്കുകയാണ്. ആദ്യം എല്ലാം മേളത്തെ ഫാനും അതെല്ലാം തൂത്തെടുത്ത് നമ്മുടെ ജിപ്സത്തിൻ്റെ വർക്കും അതിനകത്തെല്ലാം നന്നായിട്ട് പൊടി കയറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇതെല്ലാം വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഈ റൂം അങ്ങ് വൃത്തിയാക്കി ഇടുവാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇനി കയറണ്ടല്ലോ, താഴത്തെ പണികളൊക്കെ എടുത്താൽ മതിയല്ലോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കട്ടിലൊക്കെ ഡിസൈൻ ചെയ്തപ്പോൾ ഞാൻ ഡിസൈൻ കുറവാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, പ്ലെയിൻ മതിയാണ്. കാരണം ഇതിനകത്തെല്ലാം പൊടി കയറിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിട്ട് അടിച്ചെങ്കിലും ഇനി തുണിയിട്ടൊക്കെ തുടയ്ക്കണം നന്നായിട്ട്, അത്രയ്ക്ക് പൊടി പിടിച്ചിരിക്കുന്നുണ്ട്. മുകളിൽ കയറി നിന്നൊക്കെ ഫാനെല്ലാം അടിച്ച് എല്ലാ പൊടികളും തറയിലായി കഴിഞ്ഞിട്ട് ഞാനതെല്ലാം തൂത്ത് വാരി കൊണ്ട് കളയുകയാണ് കേട്ടോ. അങ്ങനെ പൊടിയും ചിലന്തി വരെ എല്ലാം തൂത്തുകൊണ്ട് കളഞ്ഞിട്ട് നേരെ ജനലിലോട്ടാണ്. ജനലെല്ലാം അഴുക്കും പൊടിയും ഉണ്ട്. അപ്പോൾ അതെല്ലാം വെള്ളം നനച്ച് തുണി നനച്ച് പിഴിഞ്ഞ് ഞാൻ തുടയ്ക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പം നമുക്ക് ടെറസിൻ്റെ അടുത്ത് ജനലെല്ലാം നമുക്ക് പുറത്തിറങ്ങി നിന്ന് തുടയ്ക്കാം. ഈ രണ്ട് സൈഡിലും നമുക്ക് തുടയ്ക്കാൻ പറ്റത്തില്ല. ഇത്രയും ജനൽ എന്തിനാണാവോ വെച്ചതെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ ഞാനല്ല വെച്ചത്. കട്ടിലിനകത്തിലുള്ള ഡിസൈനിലെല്ലാം പൊടിയുണ്ട്, അതെല്ലാം ഞാൻ തുണിയിട്ട് തുടയ്ക്കുന്നുണ്ട്. ഇടയ്ക്ക് കാശുമോനും പാറും ഒക്കെ എത്തി നോക്കുന്നുണ്ട് വന്നിട്ട്. പക്ഷേ പൊടിയായതുകൊണ്ട് ഞാൻ ആരെ ഇങ്ങോട്ട് അടുപ്പിച്ചില്ല കേട്ടോ. കാരണം പൊടി കയറിയിട്ട് പിന്നെ പനിയായി അതും എനിക്കാവും. എനിക്ക് പനിയും കൂടെ വന്ന ഇതവസ്ഥ നന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ടൊന്നും വരണ്ടാന്നുണ്ട് ഞാൻ പാറുവിനെ ഓടിച്ച്. പാറു ട്യൂഷനും പോയി. കാശ് വന്നിട്ട് വെള്ളമൊക്കെ കൊണ്ട് തന്ന്. അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമ്മൾ പൊടിയടി പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തറ തുടയ്ക്കാം. തറയിൽ അങ്ങനെ വലിയ അഴുക്കും പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. അടിച്ചിട്ട പൊടി നമ്മളെടുത്ത ആ പൊടി മാത്രമേ ഉള്ളൂ. അത് ഞാൻ തൂത്ത് കളഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കൊക്കെ തറ തുടയ്ക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ തറയിൽ ഭയങ്കര അഴുക്കുകളൊന്നുമില്ല. എങ്കിലും തുടച്ച് ഞാൻ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കട്ടിലൊക്കെ വിരിക്കാം. ഇത് ഫാമിലി കോട്ടിൻ്റെ കട്ടിലാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ബെഡ്ഷീറ്റുകളെല്ലാം ഡബിൾ കോട്ടാണ്. താഴത്തെ മുറിയിലെല്ലാം കട്ടിൽ ഡബിൾ കോട്ട് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിലേക്ക് ഒരു ബെഡ്ഷീറ്റൊക്കെ വാങ്ങിക്കണം. നമ്മൾ പർച്ചേസിനൊന്നും പോയിട്ടില്ല, അപ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വന്ന് കിടക്കുമ്പോൾ അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് ഷീറ്റ് ഒരു സൈഡിലോട്ട് പോകും. അത്രയ്ക്ക് കട്ടിലിലെ പ്ലാസ്റ്റിക്കൊന്നും ഞാൻ ഇളക്കി കളയുന്നില്ല. കുറച്ച് എൻ്റെ മക്കളോ ഒരിടയ്ക്ക് വന്നപ്പോൾ ഇച്ചിരി വലിച്ചേറി കളഞ്ഞൊഴിച്ചിട്ട് ഞാൻ ഇളക്കി കളയാത്തത് പൊടി പിടിക്കും ഇവിടെ കിടന്നിട്ട്. ഇത് ആരും അങ്ങനെ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ വെറുതെ ഇട്ട് പൊടി പിടിപ്പിക്കേണ്ട മെത്തയും കൂടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഷീറ്റ് പ്ലാസ്റ്റിക് ഇളക്കി കളയാഞ്ഞത് കേട്ടോ. നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ റൂം ഇതാണ് കേട്ടോ. അതിനകത്തിലാണ് ഏറ്റവും വലിയ കട്ടിലുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമാണ്. പക്ഷെ ഇതങ്ങനെ ആരും യൂസ് ചെയ്യുന്നില്ല. ഭാവിയിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ. കാണുമ്പോൾ ഒരു ഇച്ചിരി പണി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് 1.5 മണിക്കൂറത്തെ പണി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ എന്നെ വിളിച്ചു, ചന്തയിൽ പോകാൻ മീൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ കുറച്ച് സ്പീഡപ്പ് ആക്കി കാര്യങ്ങളൊക്കെ കേട്ടോ. ഇല്ലെങ്കിൽ നേരെ ഇരുട്ട്. എന്നിട്ട് തന്നെ ഞാൻ പോയിട്ട് വന്നപ്പോൾ ഏകദേശം 7:30 6:30 ഇവിടുന്ന് പോയപ്പോൾ. അല്ല 1 മണിക്കൂറേ ഞാൻ പണി എടുത്തിട്ടുള്ളൂ കേട്ടോ. 5:30 ഞാൻ പാറു പോകുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് എങ്ങാണ്ടാണ് ഞാൻ അതിനകത്തോട്ട് കയറിയത്. 6:30 ഞാൻ അതിൽ നിന്ന് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ 1 മണിക്കൂറത്തെ പണിയാണ് എൻ്റെ ഇത് കാണാനൊന്നും ഇല്ലെങ്കിലും. അപ്പം
വീഡിയോ കാണുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്, വീട്ടിലെന്തോ ആണ് പണി എന്ന് ചോദിക്കുന്ന എൻ്റെ ഭർത്താവ് ഉൾപ്പെടുന്ന പുരുഷ സമൂഹത്തോട് ഇനി അങ്ങനെ ചോദിക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് റൂം എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ. അപ്പോൾ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഇതൊക്കെ തന്നെയാണ്. പാലുകാച്ചിനാണെന്ന് തോന്നുന്നു ഇത്ര വൃത്തിയായിട്ട് കണ്ടത്, പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല.